ശബരിമലയിൽ ഇത്തവണ റെക്കോർഡ് നടവരവാണ്. ആദ്യ 8 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 55 കോടി രൂപ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇത് 42 കോടിയായിരുന്നു. അരവണ വിൽപ്പനയിൽ മാത്രം 28 കോടി ലഭിച്ചു. കഴിഞ്ഞ തവണ 15 കോടിയായിരുന്നു ഈ സമയത്ത് അരവണ വിൽപ്പനയിൽ ലഭിച്ചത്. 15 കോടി കാണിക്കയിൽ നിന്നുള്ള വരുമാനമാണ്. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും 40,000-ലധികം ഭക്തർ ഇതുവരെയും ശബരീശ സന്നിധിയിൽ ദർശനം നടത്തി. പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിലും ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കുറി റെക്കോർഡ് നടവരവാണ് ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. ആദ്യ 8 ദിവസത്തിനുള്ളിൽ 55 കോടി രൂപയാണ് ഈ നടവരവായി ശബരിമല സന്നിധാനത്ത് ലഭിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം 42 കോടി രൂപയായിരുന്നു. അരവണയിൽ മാത്രം 28 കോടി രൂപയുടെ വർധനയാണ് 28 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് 15 കോടി രൂപ മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ കാണിക്കയിലും വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 15 കോടി രൂപയാണ് കാണിക്കയിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. 13 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരിക്കുന്നത്. 2 കോടി രൂപയാണ് അപ്പം വിൽപ്പനയിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമാനത്തിൽ ഒരു റെക്കോർഡ് വർധന, ആ നടവരവിൽ ഒരു റെക്കോർഡ് വർധന ശബരിമല സന്നിധാനത്തേക്ക് അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. ആവശ്യത്തിന് ശൗചാലയങ്ങളില്ല, അതോടൊപ്പം തന്നെ കൃത്യമായ സൗകര്യങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾ ഭക്തരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദേവസ്വം ബോർഡ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ക്രിയാത്മകമായുള്ള ഒരു ഇടപെടൽ നടപടിയിലേക്കൊന്നും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ശബരിമല സന്നിധാനത്ത് ഇതുവരെയും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ശൗചാലയങ്ങൾ, വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, കൃത്യമായ സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ, ഈ നടപടികളിൽ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന് ഇതുവരെയും എത്താൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വരുമാനം ഇങ്ങനെ റെക്കോർഡിലേക്ക്, നടവരവ് ഇങ്ങനെ റെക്കോർഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു അടിസ്ഥാന സൗകര്യം കൂടി ശബരിമല സന്നിധാനത്ത് ഒരുക്കണമെന്നുള്ളതാണ് ഭക്തർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. ശബരിമലയിൽ 8 ദിവസത്തിനിടെ 55 കോടിയുടെ വരുമാനമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ സമയത്ത് 13 കോടിയുടെ വർധനവുണ്ടായി. ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായി. അരവണ വിതരണത്തിൽ കോടികളുടെ അധിക വരുമാനമുണ്ടായി. അങ്ങനെ ശബരിമല ഭക്തജന തിരക്ക് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോഴും തുടരുന്നുമുണ്ട്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.